എല്ലാവർക്കും നമസ്കാരം. ഹനുമാന്റെ ജനനം ഇതാണ് ഇന്ന് പറയുന്നത്. ശ്രീരാമനെ കൂടാതെ ഹനുമാനെ സങ്കല്പിക്കുക സാധ്യമല്ല. ശ്രീരാമനെ പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് രാമായണത്തിൽ ശ്രീ ഹനുമാനുള്ളത്. ശ്രീരാമഭക്തനായ ശ്രീ ഹനുമാന്റെ ജനന കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. ഹനുമാൻ വായുപുത്രനായാണ് അറിയപ്പെടുന്നത്. മാതാവ് അഞ്ജന എന്നൊരു വാനര സ്ത്രീയും കുഞ്ചരൻ എന്ന വാനര രാജാവിൻ്റെ മകളായാണ് അഞ്ജന പിറന്നത്. കേസരി എന്ന വാനര വീരന് കുഞ്ചരൻ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. കേസരിയുടെ ഭാര്യയായി അഞ്ജന ജീവിതം തുടങ്ങി. ഏത് രൂപവും ധരിക്കാനുള്ള ദിവ്യശക്തി അഞ്ജനയ്ക്കുണ്ടായിരുന്നു. ഒരു ദിവസം നയനമനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് സുന്ദരിയായി പർവ്വത ശിഖരങ്ങളിൽ കറങ്ങി നടന്ന അവളെ കണ്ട് വായുഭഗവാൻ കാമപരവശനായി. വായുഭഗവാൻ അദൃശ്യനായി അഞ്ജനയെ ആലിംഗനം ചെയ്തു. തന്നെ കെട്ടിപ്പുണർന്നത് ആരാണെന്നറിയാതെ അവൾ പരിഭ്രാന്തയായി. ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന അവളോട് താൻ വായുദേവനാണെന്നും തന്നിൽ നിന്ന് അവൾക്ക് തൻ്റെ സർവ്വഗുണങ്ങളുമുള്ള ശ്രേഷ്ഠനായ ഒരു പുത്രൻ പിറക്കുമെന്നും പറഞ്ഞ് അദൃശ്യനായി തന്നെ അദ്ദേഹം മറഞ്ഞു. ഇങ്ങനെ വായുദേവൻ്റെ പുത്രനായി ഹനുമാൻ പിറന്നു. ഹനുമാൻ്റെ മാതാവായ അഞ്ജന ഒരു വാനര സ്ത്രീ ആയതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. അതെന്താണെന്ന് നോക്കാം. പൂർവ്വജന്മത്തിൽ അഞ്ജന ഒരു ദേവസ്ത്രീ ആയിരുന്നു. പുഞ്ചികസ്ഥല എന്നു പേരുള്ള ദേവകന്യക. ഈ കന്യക ദേവഗുരു ബൃഹസ്പതിയുടെ ദേവദാസിയായിരുന്നു. ബൃഹസ്പതിക്ക് വേണ്ട പൂജാദ്രവ്യങ്ങളും മറ്റും ശേഖരിക്കുക ഇവരുടെ ജോലിയായിരുന്നു. ഒരു നാൾ പൂവറുത്തുകൊണ്ടിരിക്കെ മതോന്മത്തരായി വന്ന ഏതാനും യുവതീ യുവാക്കളുടെ പ്രേമലീലകൾ കണ്ട് മതിമറന്ന് തൻ്റെ ജോലി പൂർത്തിയാക്കാതെ തന്നെ അവൾ വീട്ടിൽ തിരിച്ചു വന്നു. വീട്ടിലെത്തിയ അവൾ ചെയ്തതോ പ്രേമപരവശയായി ബൃഹസ്പതിയെ കടന്നു പിടിച്ചു. അദ്ദേഹത്തോട് പ്രേമാഭ്യർത്ഥന നടത്തിയത്രേ. ദേവഗുരുവല്ലേ ബൃഹസ്പതി. അല്പം വെളിവുണ്ടായിരുന്നുവെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. പരിസരബോധം നഷ്ടപ്പെട്ടത് കൊണ്ട് സംഭവിച്ചു പോയി എന്ന് നമ്മൾ പറഞ്ഞാലും ഗുരു അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം കുപിതനായി. രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ ബൃഹസ്പതി ഈ കന്യകയെ ശപിച്ചു. അവൾ ഒരു വാനര സ്ത്രീ ആയിത്തീരട്ടെ എന്ന് ശപിച്ചു. ഇങ്ങനെ പുഞ്ചികസ്ഥല എന്ന ദേവസ്ത്രീ അഞ്ജന എന്ന വാനര സ്ത്രീ ആയി മാറി. എങ്കിലും ദേവസ്ത്രീ ആയിരുന്നപ്പോൾ അഞ്ജനയ്ക്കുണ്ടായിരുന്ന ദിവ്യശക്തികൾ അവൾക്ക് നഷ്ടപ്പെടുകയുണ്ടായില്ല. ഏത് രൂപം ധരിക്കാനും അവൾക്ക് കഴിയുമായിരുന്നു. ഇങ്ങനെയുള്ള രൂപമാറ്റമാണ് അഞ്ജനയെ ഹനുമാന്റെ മാതാവാക്കിയത്. ഇവിടെ നമ്മൾ അഞ്ജനയുടെ പൂർവ്വജന്മകഥയും ഹനുമാന്റെ ജനനകഥയും അറിഞ്ഞു. ശ്രീരാമഭക്തനായ വീരഹനുമാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നമസ്കാരം.